നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. വിവിധയിടങ്ങളിൽ ശുചിത്വ ക്യാമ്പയിനുകൾ. ഇന്ന് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മദിനം ആഘോഷിക്കുകയാണ് രാജ്യം. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ ക്യാമ്പയിനുകൾ നടക്കും. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തും. ഗാന്ധി ജയന്തി ദിവസം ജനങ്ങൾ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനം കൂടിയായാണ് ആചരിക്കുന്നത്. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നോ നാളെയോ ബംഗളൂരുവിലേക്ക് തിരിക്കും. 2019 അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ എത്തിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. തിരികെ സ്ഥാപിച്ച സ്വർണ്ണപ്പാളിയിൽ തിരിമറി നടന്നോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിക്കും. ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും മൊഴിയെടുക്കും. അതേസമയം 1999 സ്വർണം പൊതിഞ്ഞ പാളികൾ എങ്ങനെ ചെമ്പുപാളിയായെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിനും വ്യക്തതയില്ല. കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടാനാണ് തീരുമാനം. BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കണ്ണൂർ കല്യാശ്ശേരിയിൽ പ്രാദേശിക BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു നാരായണന്റെ വീടിന് നേരെയാണ് ആക്രമണം. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. പിന്നിൽ CPM എന്ന് BJP ആരോപിച്ചു. പ്രതിയെ പിടികൂടുന്നതിനിടെ പോലീസുകാർക്കെതിരെ ആക്രമണം. 2 പേർക്ക് കുത്തേറ്റു. തൃശൂർ ചാവക്കാട് പോലീസുകാർക്കെതിരെയാണ് ആക്രമണം നടന്നത്. 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കുത്തേറ്റ ചാവക്കാട് SIയും CPOയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ചാവക്കാട് സ്വദേശി നിസാറിനെ പോലീസ് പിടികൂടി. സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ കസ്റ്റഡിയിലെടുക്കാനാണ് നിസാറിനെ പോലീസ് തേടിയെത്തിയത്. തുടർന്ന് പോലീസുകാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായ SIയുടെ കൈക്ക് ശസ്ത്രക്രിയ നടന്നതായി പോലീസ് അറിയിച്ചു. കരൂർ ദുരന്തത്തിൽ വിജയെ പ്രതിയാക്കരുതെന്ന് സ്റ്റാലിൻ. BJP അവസരം മുതലെടുക്കും. കരൂർ ദുരന്തത്തിൽ TVK നേതാവ് വിജയെ പ്രതിയാക്കാത്തത് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമെന്ന് സൂചന. വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും BJP അവസരം മുതലാക്കുമെന്നാണ് സ്റ്റാലിന്റെ നിലപാട്. ദുരന്തത്തിൽ TVK നേതാക്കൾ അറസ്റ്റിലായിരുന്നുവെങ്കിലും വിജയെ പ്രതിസ്ഥാനത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന നിലപാടാണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരുന്നത്.